വെൽക്കം ബാക്ക് ടു ഓൺ റോഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മാരുതി 800 1986 മോഡലാണ്. നമ്മുടെ SSIT കഴിഞ്ഞ് തൊട്ടടുത്ത മോഡലാണ് ഈ ഒരു വെഹിക്കിൾ. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ നമ്മൾ SSIT ഒക്കെ ചെയ്തതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് റീസ്റ്റോർ ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ ആ ഒരു റെഡ് കളറിലേക്ക് നമ്മൾ മഹേഷും മാരുതിയും ഫിലിമിലൊക്കെ ചെയ്ത പോലുള്ള അതേ റെഡിലേക്കാണ് ഈ ഒരു വെഹിക്കിൾ ചേഞ്ച് ആക്കുന്നത്. മാത്രമല്ല നമ്മുടെ സീറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണോ ഈ ഒരു വെഹിക്കിൾ പെർഫെക്റ്റ് ആകാൻ വേണ്ടത് ആ കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഈ ഒരു വെഹിക്കിളും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബിഫോർ ലുക്കാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കുറച്ച് റസ്റ്റ് പോർഷൻസ് ഈ ഒരു ഫ്രണ്ട് ഏരിയ അതുപോലെ തന്നെ റിയർ ഏരിയ ഒക്കെ ഉണ്ട്. നമുക്ക് കംപ്ലീറ്റ് ഒന്ന് അയച്ചു നോക്കണം. എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് സ്ട്രിപ്പ് ചെയ്തിട്ടായിരിക്കും നമുക്ക് റീസ്റ്റോറേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കാണാം. വെൽക്കം ബാക്ക് അഗെയിൻ. അങ്ങനെ നമ്മുടെ 1986 വെഹിക്കിൾ മാരുതി 800 കംപ്ലീറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മറ്റ് വെഹിക്കിൾ ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് വെഹിക്കിൾസ് നമ്മൾ 800 ആണെങ്കിലും ഇപ്പോൾ മഹേഷും മാരുതിയും ചെയ്ത പോലെ ആണെങ്കിലും അതുപോലെ തന്നെ മോറിസ് മൈനർ ആണെങ്കിലും മോറിസ് 8 ആണെങ്കിലും പ്രീമിയർ ആണെങ്കിലും ഒരുപാട് വെഹിക്കിൾസ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത് ഇതിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു 800 ചെയ്തിരിക്കുന്നത്. കാരണം പവർ സ്റ്റാരിങ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ AC കൊടുത്തിട്ടുണ്ട്, അപ്പോസ്ട്രി വർക്കാണെങ്കിലും സ്റ്റീരിയോ ആണെങ്കിലും ഒക്കെ പെർഫെക്റ്റ് ആണ്. മീൻസ് സെൻട്രൽ ലോക്കിംഗ് വരെ ഈ ഒരു വെഹിക്കിളിന് കൊടുത്തിട്ടുണ്ട്. അത്രയും പെർഫെക്റ്റ് രീതിയിലാണ് ഈ ഒരു വെഹിക്കിൾ ചെയ്തു വന്നിട്ടുള്ളത്. പിന്നെ എക്സ്പെഷ്യലി നമ്മുടെ പെയിൻറ്റ് വർക്കിനെ പറ്റി എക്സ്ട്രാ നമ്മളൊന്നും പറയേണ്ടതില്ല. ഈ ഒരു വെഹിക്കിളിൻ്റെ ക്വാളിറ്റി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്ക് പറ്റാവുന്നിടത്തോളം പാർട്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു വെഹിക്കിൾ ഉള്ളത്. ഇതിൽ ഒരു ഫാൾട്ട് പോലും ആർക്കും പറയാനില്ലാത്ത രീതിയിലാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ നമ്മുടെ വർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കസ്റ്റമറും ഒരുപാട് ഹെൽപ്പിംഗ് ആയിരുന്നു. കസ്റ്റമർ ദുബായിലാണ് ആളെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, റെഗുലറായിട്ടുള്ള ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ അവരൊരുപാട് പാർട്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് സോഴ്സ് ചെയ്ത് തന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വെഹിക്കിൾ ഓൺ റോഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ ഒരു ഫുൾ ബോഡി പെയിൻറ്റിങ് വിത്ത് റീസ്റ്റോറേഷൻ, ആ ഒരു റസ്റ്റഡ് പാർട്സൊക്കെ നമ്മൾ പക്ക അപ്പോക്സിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ആൻറ്റി റസ്റ്റ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു വെഹിക്കിൾ കൊണ്ടുവന്നുള്ളത്. പിന്നെ നമ്മുടെ ഫുൾ ബോഡി പെയിൻറ്റിങ് ചെയ്തു. അതുപോലെ തന്നെ ഫ്രണ്ട് ബമ്പറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമ്മുടെ അപ്പോസ്ട്രി വർക്ക് കാര്യങ്ങളൊക്കെ ആ ഒരു മാരുതിൻ്റെ ആ ഒരു പാറ്റേണിൽ തന്നെ അപ്പോസ്ട്രി വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടയേഴ്സ് ചേഞ്ച് ആയിട്ടുണ്ട്. റിമ്മും കാര്യങ്ങളൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് പക്ക പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രഫൈൻ കോട്ടിങ് കൂടിയും ഈ ഒരു വെഹിക്കിൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഗ്ലൈസിങ്ങിൻ്റെ ഒന്നാമതൊരു കാരണം. അതുപോലെ തന്നെ കിട്ടാവുന്നിടത്തോളം ഫെയ്ഡായിട്ട് നിൽക്കുന്ന പാർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തു. പിന്നെ ഇൻറ്റീരിയറിൽ മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വെഹിക്കിൾ ഡാമ്പ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. അതുപോലെ തന്നെ പയനിയറിൻ്റെ സ്പീക്കറും അതുപോലെ തന്നെ പയനിയറിൻ്റെ സെറ്റും കൊടുത്തിട്ടുണ്ട്. ആ ഒരു പഴയ രീതിയിൽ തന്നെയുള്ള ആ ഒരു കൺസോളിൻ്റെ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെറാമിക് കോട്ടിങ് ഞാൻ പറഞ്ഞു. ഇൻറ്റീരിയറിൽ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് എക്സ്പെഷ്യലി AC എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ സ്റ്റാരിങ്ങും പവർ ബ്രേക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും വർക്കാണ് ഈ ഒരു വെഹിക്കിൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും കാറിനെ ഇഷ്ടപ്പെടുന്നുള്ള ഈ ഒരു വെഹിക്കിളിൻ്റെ വർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള റിസ്റ്റോറേഷൻ വീഡിയോ, ഫേസ് ലിഫ്റ്റിംഗ് വീഡിയോ, അതുപോലെ തന്നെ ഫുൾ ബോഡി പെയിൻറ്റ് വർക്കിനൊക്കെ ഓൺ റോഡിനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഓൺ റോഡ് കൊച്ചിയിൽ വരുന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ കൊച്ചിയിൽ ഓൺ റോഡ് ഓപ്പൺ ആവുകയാണ്.
അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു വെഹിക്കിളുമായിട്ട് കാണുന്നത് വരെ ദിസ് ഇസ് ഷാഹിദ് റിസ സൈനിങ് ഓഫ്. ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയണത് എൻ്റെ ഫ്രണ്ട് ഒരു ക്ലിപ്പ് ഒരു ലിങ്ക് എനിക്ക് വിട്ടുതന്നതാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വലയത്തിലുള്ളവർക്കൊക്കെ അറിയാം എനിക്ക് കാറ് ക്രേസ് ആണെന്നുള്ളത്. അങ്ങനെ ഒരു ഫ്രണ്ട് എൻ്റെ ക്ലോസ് ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നു. ഏകദേശം ഒരു 3 വർഷം മുമ്പാണ് തോന്നുന്നു. ഓൺ റോഡ് അന്നൊരു പ്രാഡോ വണ്ടീൻ്റെ ഡെമോ ആണ് കാണിച്ചിരുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരിക്കൽ ഇവിടെ വന്നു. പിന്നെയാണ് ഒരു 1.5 വർഷം മുന്നേ നിങ്ങളായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങി. അങ്ങനെ അതിൻ്റെ SSIT എടുക്കാനായിരുന്നു നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അത് കിട്ടാതായപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഈ കാർ വന്നപ്പോൾ നമ്മളത് കാശ് കൊടുത്ത് മേടിച്ചു. അപ്പം നമ്മളെ ജോലിൻ്റെ ഇടയിലുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലാണ് നിങ്ങളായിട്ട് സംസാരം തുടങ്ങിയത്. എപ്പോഴും വണ്ടീനെ കുറിച്ചുള്ള അപ്ഡേഷൻ കിട്ടാറുണ്ട് നിങ്ങളായിട്ട് ചോദിക്കുമ്പോൾ. അങ്ങനെയാണ് നമ്മൾ ഈ വണ്ടി പാലക്കാട്ടിൽ നിന്ന് എടുത്തത്. അങ്ങനെ പാലക്കാട്ടിൽ നിന്ന് എടുത്ത് ഫെബ്രുവരി 28 എടുത്ത് മാർച്ച് 1 നിങ്ങളടുത്ത് കൊണ്ടുവന്ന് തന്നു. നിങ്ങൾ മാർച്ച് 20 തോന്നുന്നു അതിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്ത്. മാഷാ അല്ലാഹ് നിങ്ങൾ പറഞ്ഞ ഓൺ ടൈമിന് തന്നെ ഡെലിവറി തന്നു. പ്രാക്ടിക്കൽ ഇപ്പോഴത്തെ തലമുറയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും പുറത്തേക്ക് കാണാത്ത, ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഒന്നും കാണാത്ത രീതിയിൽ നമ്മൾ പവർ സ്റ്റാറിങ് ചെയ്തു, പിന്നെ പവർ ബ്രേക്ക് ചെയ്തു, പിന്നെ സെൻട്രൽ ലോക്ക് അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ AC ഇട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ അടിക്കണം എന്നുണ്ടെങ്കിൽ വണ്ടി ഓഫാക്കിയിട്ട് വേണം ഫ്യൂൽ ടാങ്ക് തുറക്കാൻ. അതിന് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങളെ പ്രൊഡക്ഷൻ ടീം ലീഡർ പറഞ്ഞ് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്, നിങ്ങളെ മെക്കാനിക്കൽ ഫീൽഡിലെ ഹെഡ് അത് ചെയ്തു തന്നു. അതുകൊണ്ട് അതും വലിയ ഹാപ്പി ആയി നമ്മൾ. ഇപ്പോൾ വണ്ടി ഓഫ് ചെയ്യേണ്ട, എണ്ണ അടിക്കണമെന്നുണ്ടെങ്കിൽ ആ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ലിഡ് ഓപ്പൺ ആവും. പെയിൻറ്റ് നമ്മളെല്ലാം എങ്ങനെ ഇപ്പോൾ അതിന് പറയാമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത് നമുക്ക് പറയാം. അതിന് എന്താ വാക്ക് ഉപയോഗിക്കുക എന്നുള്ളത് അറിഞ്ഞില്ല, അത്ര എക്സലൻ്റ് ആയിട്ടുണ്ട് വർക്ക്. പിന്നെ ഗ്രാഫെയിൻ ചെയ്യാന്നാണ് ഞാൻ അറിയില്ല, ഗ്രാഫെയിൻ എന്നുള്ള ടെക്നോളജി എനിക്കറിയില്ല. അത് നിങ്ങളെ ആണ് ആദ്യമായിട്ട് പറഞ്ഞത്. ഇങ്ങനെ അപ്പോൾ നമ്മൾ സെറാമിക് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ഗ്രാഫെയിൻ, അപ്പോൾ നമ്മളെന്നാൽ അത് ചെയ്യാന്ന് വെച്ചാൽ മാഷാ അല്ലാഹ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഓവറോൾ അൽഹംദുലില്ലാ മാഷാ അടിപൊളിയായിട്ടുണ്ട്. മോനാണ് വണ്ടിയിൽ പറ്റിയിട്ട് വല്ല ഇതിങ്ങനെ ഇതാക്കിയിട്ട് നമുക്ക് റേസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ 3-4 തവണ അവൻ എന്നോട് വന്നിട്ടുണ്ട്. ഇനി ബാക്കി